ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് അച്ചായയുടെ 50ാമത്തെ ബർത്ത്ഡേ. അപ്പം ഞാനിപ്പോഴാണ് സ്കൂളിൽ നിന്ന് വീട്ടിൽ പോലും വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് നല്ലോണം ആഘോഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഇനി കേക്കും വാങ്ങിക്കണം, അച്ചായക്ക് ഷർട്ടും പാൻറ്റും എടുക്കണം. അപ്പോൾ നമുക്കത് എടുക്കാം. ഇത് നമ്മുടെ സ്വന്തം ചേട്ടനാണ്. ഞാൻ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് ഗൈസ്. നാളെ ഞങ്ങൾക്ക് യൂത്ത് ഫെസ്റ്റിവലാണ്. ഫിറ്റ്സ് ഇത് നമ്മളിതെടുത്തല്ലേ, ഇതെടുക്കല്ലേ. ഇത് 50ാമത്തെ ബർത്ത്ഡേ. ഫുൾ ടയർഡാണ് ഗൈസ്. സ്കൂളിൽ നിന്ന് ഇപ്പം ഇറങ്ങിയല്ല ഡാൻസ് പ്രാക്ടീസ്. 2 ദിവസം കൊണ്ട് ഞങ്ങൾ പഠിച്ചു ചേർത്ത് 2 ഡാൻസ്. ചേട്ടനോട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടനെ എടുത്ത്. ഞാൻ രാവിലെ തന്നെ ചേട്ടനോട് എല്ലാ പരിപാടിയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കണം ഒന്നും ചേട്ടൻ എടുത്തില്ല. അപ്പം ഞാൻ വന്നിട്ട് ഇപ്പം എടുക്കണം. അപ്പം ഇനി തൊട്ടുള്ള ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇനി എങ്ങോട്ടാണ് അടുത്ത്? കേക്ക് മേടിക്കാൻ. ഇപ്പോൾ മഴവില്ല് ഞങ്ങൾ എപ്പോഴും ഇവിടുന്നാണ് വാങ്ങിക്കുന്നത്. നമ്മൾ ഈ കടയിൽ നിന്നാണ് കേക്ക് വാങ്ങിക്കുന്നത്. ഓർഡർ കൊടുത്തായിരുന്നോ? നമ്മുടെ ബർത്ത്ഡേക്ക് ആവശ്യമായ സാധാരണ സാമഗ്രികൾ കിട്ടുന്നതാണ്. മാറിക്കേ, മാറ്. പല ഐറ്റംസ് കേക്കുണ്ട്, പക്ഷെ നമ്മൾ ഇതാണ് വാങ്ങിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പം ഞങ്ങളൊരു ചേഞ്ച് പിടിച്ചു. ഇത് രണ്ടും വാങ്ങിച്ചു, കേക്കും പോപ്പറും. പോപ്പറും വാങ്ങിച്ചു, കേക്ക് വാങ്ങിച്ച് വീട്ടിലേക്ക് പുറത്ത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴേ അമ്മ എന്താണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കണം. ചള്ളാസിന് അനിയൻ തിന്നുന്നല്ല, ഇതേ നമ്മുടെ ബിരിയാണി. ബിരിയാണി നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇത് അനിയനാണ് ഉണ്ടാക്കിയത്.
തിന്നിട്ട് അഭിപ്രായം പറയാം. പിന്നെ അതെ അയ്യോ ചിക്കൻ കറി അമ്മ ഉണ്ടാക്കി. ബിരിയാണി ഞാനാ കേട്ടോ ഉണ്ടാക്കി. അതാ പറഞ്ഞ അനിയൻ കഷ്ടപ്പാടാണ് കേട്ടോ. ഞാനൊരു ആണായിട്ടും എന്നെ ഒരു പണിയെടുപ്പിക്കുകയാണ്. ആണുങ്ങൾക്ക് പണിയെടുക്കാൻ പാടില്ലെന്നൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് യൂട്യൂബിൽ ഉണ്ടല്ല. ഇത് ഇടക്ക് ഇങ്ങനെ ഇടുമ്പോ ഇങ്ങനെ രണ്ടെണ്ണം എടുക്കുക, തിന്നുക. നീ ഞാനെന്ത് പറിക്കുന്നതിന് അലക്ക് ഞാൻ പറയുന്നേ. ഞാൻ ഇപ്പൊ തന്നെ തിന്നു തീർക്കും. എനിക്ക് നിക്കാൻ മേലെ അവിടെ പോയി കിടക്കട്ടെ. ചായതാ. ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആട്ടെ. ക്ഷീണിച്ച് നാളെ എങ്ങനെ ഇനി ഡാൻസ് കളിക്കുമോ? മേടിക്കണം. 2 ഡാൻസ് ഉണ്ട്. അപ്പം ഞാൻ റെസ്റ്റ് അടിക്കട്ടെ. ബാക്കി പിന്നെ കാണിക്കാം. ഓഫ് ചെയ്. എന്നാ പ്രത്യേകത? ഇന്നത്തെ പ്രത്യേകത എന്നാ? അതിന്റെ പുറത്തിന്റെ ഇടമ്മ അവിടെയാണ് മുറിക്കണം. അവിടെ ഓ അയ്യോ ഇതാരാ മിസ്റ്റർ ഷാഡോ അല്ലേ? വലിയ ആൻ്റെ ടൈം മുഖം കാണിക്കല്ലേ. എന്നിട്ട് നോക്കണ്ടേ മാക്കാൻ ചേട്ടൻ. മാക്കാൻ ചേട്ടൻ കേക്ക് എടുത്തില്ല. ആര്? അതല്ലേ ഇത്. എന്റെ പോയിട്ട് ആണെന്ന് തോന്നുന്നു. ഷാഡോ ക്യാമറമാൻ അച്ചുകൂടോ ക്യാമറമാൻ അതേതായാലും വരും. പത്രത്തൊക്കെ ഇതാരെങ്കിലും ഇതിന്റെ അടിയിലത്തെ സാധനം മാറ്റിക്കേ. ഫുൾ വീഡിയോ ആണ്. ഷോർട്ടായിട്ട് എടുക്കൽ. ഞാൻ പറ്റിക്കല്ല. ഗുഡ് ജോബ്. അടിയിൽ എന്റെ മോന്റെ 50 വർഷം. Happy birthday to you. Birthday to you. Happy birthday to you.
ഇങ്ങനെ നോക്കുക. ഞങ്ങൾക്ക് മുറിച്ചിട്ടൊക്കെ മതി. മുറിച്ചേണ്ട മതി. അത് മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ എടാ സിനിമാടാ. ഇത് ബർത്ത്ഡേ പെറുക്കി മാറ്റാം. ഇതിന്റെ കളറുള്ളതുണ്ടായിരുന്നൊക്കെ ഞാൻ പറയാം. ഇത് ബർത്ത്ഡേ പെറുക്കി മാറ്റാം. ഇതിന്റെ കളറുള്ളതുണ്ടായിരുന്നൊക്കെ ഞാൻ പറയാം. റഷീദേ ഒരു പാത്രം അതെ കൈ കൊണ്ടല്ലേ പാത്രം ഉണ്ടായിരുന്നത്. അവര് നേരത്തെ റഷീദിക്ക അത് വെട്ടത്തിലടി ഇതില്ലടാ. മിസ്റ്റർ ഷാഡോ മിസ്റ്റർ ഷാഡോ എല്ലാരും ഫോളോ ചെയ്യുക. ഇൻസ്റ്റ ഐ ഡി ആണ് മിസ്റ്റർ ഷാഡോ. അടുത്തതായി മിസ്റ്റർ ഷാഡോവിന് കേക്ക് കൊടുക്കണം. കേക്ക് കൈമാറുന്നു. അതിനായി ഞാൻ എന്നെ തന്നെ ക്ഷണിച്ചു കൊടുക്കുന്നു. അജയ് ജയകുമാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്തതായി കേക്ക് കൈമാറുന്നവർക്ക് ആരോമല്ലേ അരുന് മിസ്റ്റി അതവിടെ കിടക്കട്ടെ അല്ലേ? അതെ അത് അനിയ മാക്കാൻ ചേട്ടൻ മിസ്റ്റർ ഷാഡോ ഞാൻ പറഞ്ഞ അച്ചു വ്ളോഗാ അർച്ചനാസ് ഡയറി ഡാൻഡേട്ടെ ഇതൊക്കെ കണ്ട് ഇനിയിപ്പോ ഇപ്പോഴൊന്നും ബർത്ത്ഡേ ഇല്ല. ഇനിയിപ്പോ റൗണ്ട് ഇല്ല. ഇനി ഡിസംബറിൽ ആരുവിന്റെ ആൻഡേട്ടയുടെ ബർത്ത്ഡേ ജനുവരി 5. ജനുവരി 5 അല്ലേ? ജനുവരി 10. മിസ്റ്റർ ഷാഡോയുടെ ബർത്ത്ഡേ ജനുവരി 10. ഫോളോ ചെയ്യുക ഇൻസ്റ്റ ദളപ്പൻസ് വ്ലോഗ്. ആ കേക്ക് അമ്മയും വല്യമ്മച്ചി എന്തെടുക്കുന്നു? അയ്യോ ഈ അടുക്കള കണ്ട് ആരും ഒന്നും തെറ്റിദ്ധരിക്കില്ല. അലമ്പാണ് ഫുൾ. അല്ല നമ്മള് അത്ര വൃത്തിയാക്കിയൊന്നുമില്ല. പ്ലേറ്റ് ബിരിയാണി ചിക്കൻ കറി ബിരിയാണി ഉണ്ടാക്കിയത് ഞാനാണ്. അതിന് അല്ല ഫ്രിഡ്ജിലേക്ക് വെച്ചു.
വല്യഞ്ച് വല്യഞ്ച് ഹായ് അനിയന്റെ പാചകം അച്ഛാ ഷർട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ ഷർട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്ക് അനിയന്റെ പരിപാടിയാണ് ഷർട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്ക് കറുപ്പല്ലത് അത് നീലയാ കടുന്നീല ഷർട്ടിന്റെ റിവ്യൂ ആണ് എങ്ങനെയുണ്ട് അല്ല ഞങ്ങക്ക് ഒറ്റ കൊണ്ട് ഇഷ്ടപ്പെട്ടു 42 അല്ലായിരുന്നു അബ്ബ ഈ അനിയന്റെ അത് ഷർട്ട് എങ്ങനെ ഉണ്ടത് മഴവില്ല് നമ്മുടെ ഫാമിലി കട സെറ്റ് ഇഷ്ടപ്പെട്ട ഇതങ്ങ് വെച്ച് ആ വെള്ളം തരാം വെള്ളം ഗ്ലാസ് ഇവിടെ ചൂടൊക്കെ ഇങ്ങനെ കൂട്ടി കിട്ടുന്നത് അത് ആ കണ്ണത്തേക്ക് ആക്കണം കവറിനകത്തേക്ക് ഞാൻ കവറോട് വെച്ചിട്ടുണ്ട് കൊച്ചിന്റെ ഫാൻസ് ആണ് എന്റെ യൂട്യൂബേഴ്സ് ജോയിച്ചേട്ടന്റെ വീട് അൻപും പോയോ ഇല്ല അവിടെ കത്തരു അച്ചാടെ ബർത്ത്ഡേ ആ അച്ചാടെ ബർത്ത്ഡേ വിശേഷാന്ന് തോന്നുന്നു ആ അത് എത്ര എണ്ണം അതെ പൂച്ച പിള്ളേരെല്ലാരും വന്നു ഉണ്ടോ അവരില്ലാത്താണ് വരാന്ന് പറഞ്ഞു വാ 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 എല്ലാരും അതിൻ്റെ അകത്തുണ്ട് അവരെല്ലാരും ഉണ്ടായിരുന്നു നമ്മുടെ ബിരിയാണി ചിക്കൻ കറി അച്ചാറ് ചള്ളാസ് പ്ലേറ്റ് വെള്ളം വെള്ളം എല്ലാം ആരുടെയോ കാര്യം പറയുന്നു അല്ല പുറത്തെങ്ങാണ്ട അപ്പോൾ നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു ഇത് എൻ്റെ ചെറിയ ഡെക്കറേഷൻ അത്ര വലുതൊന്നും ഇല്ലായിരുന്നു ഇനി നമ്മൾ ബിരിയാണി തിന്നാൻ പോകുന്നു കേട്ടാ അച്ഛമ്മ അച്ചായി അമ്മ ലുച്ചിയൊക്കെ അവിടെ ഉണ്ട് അനിയനാണ് ടീംസ് റൂമിൻ്റെ അകത്ത് അച്ഛമ്മ പിന്നെ തൂക്കാം പറഞ്ഞു അത് പിന്നെ തൂക്കാം അച്ഛമ്മ ഇവിടെ ചേട്ടാ നിലത്ത് നിറച്ച് മറ്റേ ആ പോപ്പറിൻ്റെ സാധനം അത് സർപ്രൈസ് പാർട്ടി ഒന്നുമില്ല അച്ചാടി ഞങ്ങൾ പറഞ്ഞു ഹലോ ഇഷ്ടപ്പെട്ട ചേച്ചി ഇഷ്ടപ്പെട്ട യെസ് എന്നെ ഇല്ല പാർട്ടി നമുക്ക് ഞാൻ ഇങ്ങോട്ട് വാ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോളാം ഓക്കെ ശരിയല്ല എനിക്ക് കാല് വയ്യ നാളെ ഡാൻസ് ആണ് ഡാൻസിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും എന്തോ പറഞ്ഞില്ല ഗൈസ് പിന്നെ ഇന്നലെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 21-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇവർ 3 പേരും അടുപ്പിച്ചടുപ്പിച്ചാണ് ഇവരുടെ ബർത്ത്ഡേ എൻ്റെ മാത്രം ജൂലൈയിലാണ് അപ്പം ഇന്ന് അച്ചായിയുടെയും അനിയൻ്റെയും കൂടെ സെലിബ്രേറ്റ് ചെയ്ത് അച്ചായി കേക്ക് മുറിച്ചിട്ടുള്ളൂ പക്ഷെ അനിയൻ്റെ ഇതിൽ ഉൾപ്പെടും പിന്നെ അമ്മയുടെ നമ്മൾ നേരത്തെ കേക്ക് മുറിക്കൊക്കെ ചെയ്തായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടാം
അതിന് എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. ഇവിടെ യൂത്ത് ഫെസ്റ്റിവലും പിന്നെ എക്സാമൊക്കെ ആയിരുന്ന കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പം നമുക്ക് എനിക്ക് പറ്റുന്ന ടൈമിൽ പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്ത്. ഗൈസ്, ബിരിയാണി ഉണ്ടാക്കിയതിന്റെ അഭിപ്രായം ഫസ്റ്റ് അച്ചമ്മയോട് നമുക്ക് ചോദിക്കാം. അച്ചമ്മ കഴിച്ച അതിന്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. എന്നെ കൂടെ എനിക്കല്ല അച്ഛമ്മ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? അത് കേട്ടാണ്. ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയണത്, ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ നമ്മുടെ മിസ്റ്റർ ഷാഡോ നമുക്ക് ടേസ്റ്റ് ബിരിയാണി കൊടുത്ത് ടേസ്റ്റ് ചെയ്യാം. ക്യൂ ക്യൂ ക്യൂ. അഭിപ്രായം പറയണേ. എല്ലാവരും ക്യൂ നിന്ന് റൂമിൽ പോയി കഴിക്കേണ്ടതാണ്. വരാം. മിസ്റ്റർ ഷാഡോ എന്തോ നല്ല അഭിപ്രായം പറയാനാണെന്ന് തോന്നുന്നു. എന്നിട്ടേ ഇത് കേട്ടു കേട്ടാ. എന്നിട്ട് ബിരിയാണി കഴിക്കല്ലോ, അതുകൊണ്ട് എന്നിട്ട് ചോറ് കഴിക്കാൻ പോകുന്നു. നമ്മൾ മിസ്റ്റർ ഷാഡോയുടെ അഭിപ്രായം കേൾക്കാനല്ലോ. പറഞ്ഞോ ഒക്കെ അഭിപ്രായം പറ. എങ്ങനെയുണ്ട്? സൂപ്പർ. മിസ്റ്റർ ഷാഡോ അഭിപ്രായം പറ. ഓ ബിരിയാണി ഷോകാണ്. ഇതാരുണ്ടായിരുന്നു? അജയ് ബ്ലോഗ്. അവന്റെ തലക്കെട്ടി ആടി പറഞ്ഞു. അജയ് ബ്ലോഗ് അല്ല, ഫിഷ് സ്റ്റോറീസ്. ഫിഷിംഗ് സ്റ്റോറി. അവന്റെ തലക്കെട്ടി ഞാൻ അടിക്കുന്നു പറഞ്ഞു. കഴിച്ചാ? കഴിച്ച് നോക്കിയാ കഴിക്കുന്നുള്ള. എനിക്ക് വേണ്ട. കൊള്ളത്തില്ല. ഇനി കഴിക്കല്ലേ കാക്കാ ചേട്ടാ എങ്ങനെയുണ്ട്? കാണിക്കില്ല, അഭിപ്രായം പറഞ്ഞാൽ മതി. പറയൂ. ഡെവലപ്മെന്റ് വ്ലോഗ് അതിമനോഹരം. പ്രതീക്ഷിച്ചില്ല. കൊള്ളാം. അത് ചേട്ടാ ഈ കൊള്ളത്തിലെങ്കിലും കഴിക്കല്ലേ. ബിരിയാണി വേണ്ടേ തന്നെ ആരും അഭിപ്രായം തിന്നെന്നാ തിന്ന് എന്നിട്ട് പറ. അഭിപ്രായം പറ. ആരോ കൊള്ളാം. ഓക്കെ അനിയാ, വീഡിയോ ഒന്ന് കാണുമ്പോ ഞെട്ടുവേ. ഇവിടുന്ന് കുറെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ കഴിക്കാം. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവല്ലേ. പോച്ചേ ഞാൻ ട്രൈ ചെയ്യട്ടെ. എപ്പോഴാ ബിരിയാണി വിളമ്പണമെന്നാണ് ചോദിച്ചത്. ഞാൻ ആദ്യം ചോദിച്ചു ബിരിയാണി. ഞാൻ കേക്ക് മുറിക്കാറില്ല, ബിരിയാണി എപ്പോഴുള്ളപ്പോഴും ചോദിച്ചാൽ കുറച്ച് ആറ്. എടാ ചക്കമണിയാ മിണ്ടായിരിക്കടാ. ഇത് നോക്കൂ, എങ്ങോട്ട് തിരിഞ്ഞാലും പൂച്ചയോട് പൂച്ച. അവരുടെ പാത്രമുണ്ട്. അവർക്ക് വെള്ളം വേണം. അവർക്ക് വെള്ളം വേണം. ആദ്യം ബിരിയാണി മാത്രം. വേഗം അതിനടി റൈസ് കൊള്ളിയല്ലേ? അഭിപ്രായം പറയുന്നേ. അതേ ചിക്കനിൽ തുടങ്ങുന്നു. ഇനി ഞാൻ പോയി കഴിക്കട്ടെ. എക്സ്പ്രഷൻ കൊള്ളാൻ കഴിച്ചു. എന്നിട്ടേ കഴിക്കണില്ലല്ലേ.
എങ്ങനെയുണ്ടോ എല്ലിഞ്ച്? ചിക്കൻ കറി സൂപ്പർ. അങ്ങോട്ട് എല്ലിഞ്ചി ചോറാണ് എടുത്തത്. എനിക്ക് ബിരിയാണി ഇഷ്ടമില്ല അവന്. എല്ലിഞ്ചിക്ക് ബിരിയാണി ഇഷ്ടമില്ല. ഇല്ല. വെള്ളം അതൊക്കെ വെള്ളം കോപ്പറിന്റെ സാധനം. അമ്മ അഭിപ്രായം പറയാൻ മാനിയന്റെ ബിരിയാണിയുടെ. അച്ചായി സൂപ്പർ. എന്തേലും പറയാനുണ്ടോ? ചക്കി ചക്കി ബിരിയാണി തിന്നാക്കി. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് അത് ആ ഡെക്കറേഷൻ കഴിച്ച് മാറ്റി. ശരിക്കും ഞാൻ ക്ഷീണിച്ചു. നാളെ ഡാൻസ് ഉള്ളതാണ്, അതുകൊണ്ട് തീരെ വയ്യ, കാലും വയ്യ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അച്ചായിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവരൊക്കെ പോയി, അനിയൻ്റെ ഫ്രണ്ട്സും പോയി, വെല്ലുമിച്ചൊക്കെ അപ്പുറത്തോട്ടും പോയി. ഇപ്പം ഞങ്ങൾ മാത്രം. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.